എങ്ങനെ ചായക്കാശിന് ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസ കൊണ്ട് ബിസിനസ് തുടങ്ങാം എന്ന് വിശദീകരിക്കുന്നതാണ് ഈ വീഡിയോ. അതായത് നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഓൾഡ് സ്കൂൾ പരമായിട്ട് കുറേ കൺസെപ്റ്റുകൾ ഉണ്ട്. നമുക്കൊരു 10 ലക്ഷം രൂപ ക്യാപിറ്റൽ വേണം, അതല്ലാതെ 2 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതൊന്നും വേണ്ട. ഓക്കെ, നമ്മൾ എപ്പോഴും മിഡിൽ ക്ലാസ്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സുകാർ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് എടുത്ത് പുറത്തിട്ടിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള പൈസ എടുത്തിട്ട് ബിസിനസ് ഒരിക്കലും ചെയ്യരുത്. കാരണം വെച്ചാൽ നമുക്ക് നമ്മളെ കയ്യിൽ അതേ ആ പൈസയേ ഉള്ളൂ. അത് എടുത്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ഭ്രാന്തായി പോകും, നമ്മളെ ജീവിതം തന്നെ നശിച്ചു പോകും. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് ഒരു ചായക്കാശ്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു നേരം നമ്മൾ ഒരു ആഘോഷിക്കുന്ന പൈസ എടുത്തിട്ട് ഒരു ബിസിനസ് തുടങ്ങാം. സോ ആ പൈസ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വിഷയമില്ലാന്ന് തോന്നും. ആ പൈസ കൊണ്ട് ബിസിനസ് തുടങ്ങുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പച്ച പിടിച്ച് കിട്ടിയാൽ സെറ്റാണ്. ഇനി അഥവാ പോയാൽ പോയിക്കോട്ടെ, നോ പ്രോബ്ലം. സോ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ബിസിനസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ഈ പറഞ്ഞ മാതിരി നമ്മളെ കയ്യിലുള്ള സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള എല്ലാ പൈസയും എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് ഒരിക്കലും, അതായത് 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ നശിച്ചു പോവാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആ റിസ്ക് മൊത്തം നമ്മൾ വലിക്കും. അല്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല, ഒരു പുതിയ കമ്പനി ആകുമ്പോൾ ഒരു ഗുഡ് വിൽ ഉണ്ടാവില്ല, ആൾക്കാർക്ക് അറിയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഒരു സിസ്റ്റർ കമ്പനി പോലെ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് പൈസ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നടത്തണം. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് UAE-യിലുള്ള ന്യൂൺ, അതുപോലെ നാട്ടിലും എല്ലായിടത്തും ഉള്ള ആമസോൺ, അതുപോലെ ഫ്ലിപ്കാർട്ട്സ്, അങ്ങനെ അതിൻ്റെയൊക്കെ സെല്ലർ അക്കൗണ്ട് എടുത്ത് ബിസിനസ് ചെയ്യുക. അതായത് നമ്മളെ കയ്യിലുള്ള അതിൻ്റെ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ വക ന്യൂൺ, അതുപോലെ ആമസോൺ, നമുക്കിപ്പോൾ തൽക്കാലം ആമസോണിൻ്റെ കാര്യം എടുക്കാം. ആമസോണിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, സെല്ലർ അക്കൗണ്ട്, സാധാ അക്കൗണ്ട് അല്ല, പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, 2 പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. പ്രൊഡക്റ്റ് എന്താണോ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. 3 സെല് ചെയ്യുക. ഇത് 3 സെക്ഷനായിട്ടാണ്. ഫസ്റ്റത്തെ സെക്ഷൻ ഒരു സെല്ലർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് സിമ്പിളാണ്. ഒരു ജിമെയിൽ ID, ഒരു മൊബൈൽ നമ്പർ, ഒരു ബാങ്ക് അക്കൗണ്ട്, അത് കറണ്ട് അക്കൗണ്ടും ആവാം, സേവിങ്സ് അക്കൗണ്ട് ആവാം. പിന്നെ വേണ്ടതാണ് ലൈസൻസ്. ഈ ലൈസൻസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇനി അഥവാ ലൈസൻസ് എടുത്താലും ഒരു ഫ്രീ സോണിന്റെ ലൈസൻസ് എടുക്കേണ്ടേ വരുള്ളൂ. അത് ദിർഹം വെച്ച് നോക്കുകയാണെങ്കിൽ 4000 ദിർഹംസ് തൊട്ട് ഒരു 6000 ദിർഹംസ് വരെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രീ സോണിൽ എടുക്കാം. നമുക്ക് ഏറ്റവും കുറവിന് കിട്ടുന്ന ഫ്രീ സോണിൽ ലൈസൻസ് എടുക്കുക. ഈ അജ്മാൻ ഫ്രീ സോണൊക്കെ 4000-4500 ദിർഹംസിനൊക്കെ കിട്ടും. പക്ഷേ ഞാൻ ഈ പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ. ആ പൈസ വേണ്ട. നിങ്ങളെ സുഹൃത്തുക്കളോ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ സോണിന്റെ ലൈസൻസിൽ അവർക്ക് ആക്ടിവിറ്റി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കൊരു വേറൊരു ബിസിനസ് ഉണ്ട്, അവർ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കൊരു 3, 4, 5 ആക്ടിവിറ്റികൾ ആഡ് ചെയ്യാൻ പറ്റും. അവരോട് പറയാം, എനിക്ക് എൻ്റെ ഒരു ഇതുണ്ട്, സെല്ലിംഗ് ഉണ്ട്, ഇ-കൊമേഴ്സ്, അതൊന്ന് ആഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരോട് പറഞ്ഞാൽ മതി. അവർ ഓൾറെഡി ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ എന്താ, നമുക്ക് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ ഇവിടെ UAE-യിലോ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 4000 ദിർഹംസ് കൊടുത്തൊരു ലൈസൻസ് എടുക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ എന്നാലും വേണ്ട, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആ ആക്ടിവിറ്റിയിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു സെക്കൻഡ് ഇൻകം വേണം. നമ്മൾ ഒരിക്കലും ഒരു സാലറീനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പാടില്ല. നമുക്കിപ്പോൾ ഒരു കോസ്റ്റ്ലി ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ, മൊബൈൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ സാലറിയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വേണ്ട പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച പൈസ ആയിരിക്കും അതൊക്കെ. നമുക്കൊരു സെക്കൻഡ് ഇൻകം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുമ്പോൾ, ബിസിനസിന്റെ പൈസ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന പൈസയാണ്. എത്രത്തോളമാണത് അതിൻ്റെ ഒരു ഇൻകം വരാൻ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വരികയില്ല, ചിലപ്പോൾ നല്ല രീതിയിൽ വരികയും ചെയ്യും. സോ അത്തരം പൈസകൾ കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ ലൈഫ് സ്റ്റൈലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ പറഞ്ഞു വന്നത്, നമുക്ക് ആ ലൈസൻസ് എടുക്കുന്ന പൈസ ലാഭിക്കാൻ നിങ്ങളുടെ ചുറ്റുവട്ടുള്ള സുഹൃത്തുക്കളുടെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആ പൈസ നമുക്ക് ലാഭമാണ്. നമുക്കപ്പോൾ ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. അതായത് ആ പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. UAE-യിലുള്ളവർക്ക് അറിയാം, ഡേ ടു ഡേ, നൈറ്റ് ടു നൈറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസത്തിനൊക്കെ പല പല ഐറ്റംസുകളുണ്ടാവും. അതിൻ്റെ ഒരു 50 ക്വാണ്ടിറ്റി വാങ്ങിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ ആലിബാബ പോലുള്ള സൈറ്റുകളിൽ നിന്നിട്ട് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് സെല്ലായി പോകുമെന്ന് തോന്നുന്ന ചുരുക്കം ചില സാധനങ്ങളുണ്ടാവും, ടോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മസാജറോ, അത് വാങ്ങിച്ചു വയ്ക്കുക. എന്നിട്ട് ഈ പ്രൊഡക്റ്റ് 2 രൂപയാണ് ആ ഒരു പ്രൊഡക്റ്റിനെങ്കിൽ അതിൽ ആമസോണിൻ്റെ സർവീസ് ചാർജ് ഒരു ദിർഹംസ് വരും. അതുപോലെ വെയർ ഹൗസിനെ പറ്റി ഞാൻ പിന്നെ പറയാം.
അങ്ങനെ അത് ആഡ് ചെയ്തിട്ട് നമ്മളൊരു 10-20 ദിർഹംസോ അല്ലെങ്കിൽ 5 ദിർഹംസോ എക്സ്ട്രാ ആഡ് ചെയ്തിടാം. എന്നിട്ട് ആ പ്രൊഡക്റ്റ് ഇടാം. നമുക്ക് ഫസ്റ്റത്തെ കേസ് സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കണം. അതിന് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇമെയിൽ, ഫോൺ നമ്പർ, ലൈസൻസ്, അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടോ ഏതായാലും മതി. ഈ ലൈസൻസിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഒന്നിലും ലൈസൻസ് എടുക്കുക, പക്ഷെ ആ ലൈസൻസ് എടുക്കുന്ന പൈസയും നമ്മൾ ലാഭിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെന്ന് കണ്ടാൽ മാത്രം ആ ലൈസൻസ് എടുത്താൽ മതി. അതല്ലാതെ നമ്മൾ എടുക്കുന്നതേ ഞാൻ പറയുള്ളൂ. സോ അതുണ്ടാക്കിയതിന് ശേഷം ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ഡാറ്റ ഡേ പോയിട്ട് നമുക്ക് സെല് ചെയ്ത് പോകുന്ന ഉറപ്പുള്ളൂ. നമുക്ക് ആ 150 ദിർഹംസിന് ആ ഒരു 3 ദിർഹംസിൻ്റെ സാധനം വാങ്ങിച്ചാൽ നമുക്ക് 50 പീസ് കിട്ടും. ആ 50 പീസ് ഒരു പെട്ടിയിലാക്കി നമ്മൾ റൂമിൽ കൊണ്ട് വെച്ചാൽ മതി. അത് വിറ്റ് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, വിറ്റ് പോകണില്ലെങ്കിൽ പോണ്ട. നമുക്ക് പറ്റുമെങ്കിൽ നമ്മളെ കൺസ്യൂമബിൾ ഐറ്റംസ് ആണ് അത്, അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊരു ഷുഗർ പേഷ്യൻ്റ് ഉണ്ട്, നമുക്ക് ഇൻസുലിൻ സിറിഞ്ചാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചതെന്നുള്ളത് എന്ന് വിചാരിക്കാം, ഒരു എക്സാമ്പിൾ. നമ്മളത് വിറ്റ് പോയില്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യും. നമുക്കത് യൂസ് ചെയ്യാം. നമുക്കൊരു 3-4 മാസത്തേക്ക് ആ ഇൻസുലിൻ സിറിഞ്ചിൻ്റെ എക്സ്പെൻസ് നമുക്ക് വരുന്നില്ല. നമുക്കതും നഷ്ടമായിട്ട് വരുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിൽ എന്താണോ ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ അത് വിറ്റ് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്താൽ അതും ലാഭമാണ്. നിങ്ങൾക്ക് അതും ആ കാശ് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരിക്കലും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടി പാടില്ല. സോഷ്യൽ മീഡിയ പോലുള്ള ഇത്രയും നല്ല പ്ലാറ്റ്ഫോമുകൾ നമ്മളെ ഫ്രണ്ടിൽ കിടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഓൾഡ് സ്കൂൾ മെത്തേഡായിട്ടുള്ള 10-20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സിനെ പറ്റി ആലോചിക്കാനേ പാടില്ല. നമ്മളെ കയ്യിലൊന്നുമില്ല, നമുക്ക് പൈസ വേണേതായാലും. അങ്ങനത്തെ രീതിയിലേ മിഡിൽ ക്ലാസ്സിലെ ആൾക്കാർ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. 2, ഇപ്പോൾ നമ്മൾ സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കി പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു 100 പീസ്. ഓക്കെ, ഇനി രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന്, നമുക്ക് ആ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഓരോ ഓർഡർ വരുമ്പോഴും നമുക്ക് കൊറിയർ ഓഫീസിൽ പോയിട്ട് ഈ സാധനം കൊറിയർ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് മൊത്തത്തിൽ പാക്ക് ചെയ്ത് ആമസോണിലെ വെയർ ഹൗസിലേക്ക് അയക്കാം. എന്തെങ്കിലും ഓർഡർ വരുമ്പോൾ അവർ തന്നെ പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചോളൂ, നമുക്ക് റിസ്ക് കുറവാണ്. പക്ഷേ ഞാൻ പറയാം, നിങ്ങളെ റൂമിൽ കൊണ്ട് വെച്ചാൽ മതി ഇത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം 2 ഓർഡർ വന്നാലും നിങ്ങൾക്ക് 2 പ്രാവശ്യം കൊറിയർ ഓഫീസിൽ പോകാനൊന്നും ഒരു മടി ഉണ്ടാവില്ല. കാരണം നിങ്ങളെ ബിസിനസ്സാണ്. നിങ്ങൾക്കത് ഓരോ ഓർഡർ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും. സോ അത് ബുദ്ധിമുട്ടായി വരുമ്പോൾ അല്ലെങ്കിൽ ഓർഡർ കൂടുമ്പോൾ മാത്രമേ അത്തരം ഇതിലേക്ക് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ വെയർ ഹൗസ് ചാർജ് പോലും അതിൻ്റെ കൂടെ വരില്ല. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ അത്രയും എക്സ്പെൻസ് കുറവിൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. ആ വെയർ ഹൗസിൻ്റെ എക്സ്പെൻസ് പോലും നിങ്ങൾക്ക് വരില്ല. പിന്നെ അത് മാറുമ്പോൾ മാത്രമേ വെയർ ഹൗസിലേക്ക്, അങ്ങനെ 2 മെത്തേഡുള്ളൂ. ഇതിനൊക്കെ ടെക്നിക്കലി അല്ലെങ്കിൽ അതിൻ്റെതായ പ്രോപ്പർ നെയിമുകളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പച്ചയ്ക്ക് പറയാണ്. ഓക്കെ, ഒന്ന്, നിങ്ങളുടെ റൂമിൽ ഈ സാധനം വെച്ചിട്ട് നിങ്ങൾക്കത് സെല് ചെയ്യാം. 2, ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് ആമസോൺ കൊടുത്ത് അവരെ വെയർ ഹൗസിൽ വെച്ച് സെല് ചെയ്യാം. അങ്ങനെ 2 മെത്തേഡാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് സെല് ചെയ്ത് കഴിഞ്ഞ് വരുന്ന എമൗണ്ടുകൾ 10 ഡേയ്സ് ഗ്യാപ്പിൽ നിങ്ങൾ അക്കൗണ്ടിലേക്ക് വന്ന് ക്രെഡിറ്റ് ആവും. ഇത്രയേ ഉള്ളൂ പരിപാടി. സോ സിമ്പിൾ. നിങ്ങൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഒരു സാലറിയുടെ ബേസിൽ ജീവിക്കരുത്. നമുക്കൊരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ സെക്കൻഡിങ് എന്തായാലും വേണം. സോ അത് ഒരുപാട് പൈസ ചിലവാക്കാതെ 100-150 അല്ലെങ്കിൽ ഒരു 500 ദിർഹംസ് മാക്സിമം വെച്ചിട്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങും. നിങ്ങൾ സെല് ചെയ്യാൻ പഠിക്കും. നിങ്ങളൊരു 5 രൂപ വരെ, ഇന്ത്യൻ റുപ്പി സിനിമയിൽ പറയണില്ലേ, 2 രൂപ വരെ സാധനം വാങ്ങിച്ചിട്ട് 10 രൂപയ്ക്ക് വിൽക്കാനുള്ളൊരു ചന്ത നിയമം അറിയാമെന്ന്. ആ നിയമം സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് ലൈഫിൽ സെറ്റ് ആവാൻ പറ്റും. ഇതുപോലൊരു പ്ലാറ്റ്ഫോം നമ്മളെ കയ്യിലുള്ളപ്പോൾ, നമ്മളെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ, ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, മൂളയുള്ളവന് സുഖമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളിങ്ങനെ സേഫ് സോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പണിയെടുക്കാതെ, കഷ്ടപ്പെടാതെ, തല വർക്ക് ചെയ്യിക്കാതെ. നമ്മൾ ഒരിക്കലും നമ്മൾ ആ സർക്കിൾ വിട്ട് നമ്മൾ പുറത്തിറങ്ങണം. എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് എപ്പോഴും ചിന്തിക്കണം, എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് ചിന്തിക്കണം. ഓക്കെ, ഇതിൻ്റെ ഫുൾ വീഡിയോ ഇത് ഞാൻ വിശദമായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെ ഒരു സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കാം. ഞാൻ ഓൾറെഡി ഡോക്യുമെൻ്റ് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മെത്തേഡുകൾ എന്ന് പറഞ്ഞു. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ മൈൻഡിൽ എന്താണോ വരുന്നത്, മൂവ് ഉണ്ടാകുന്ന ആലോചിക്കുക, എന്ത് പ്രൊഡക്റ്റിനാണ് മാർക്കറ്റ് മൂവ് കൂടുതലുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ പൈസയ്ക്ക് അനുസരിച്ച് 100, 150, 200 എത്രയാണ് നിങ്ങൾക്ക് പോയാൽ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പൈസ, അതിനനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കുക. ഇതിൻ്റെ വിശദ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത്, ഇപ്പം നിങ്ങളോട് ഞാൻ ഓൾറെഡി എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. പക്ഷെ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അതെങ്ങനെയൊക്കെയാണ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അത് അപ്ലോഡ് ചെയ്യുന്നതെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോൻ്റെ റെസ്പോൺസ് അനുസരിച്ച് ഞാൻ ചെയ്യാം. സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉടനെ പോയിട്ടൊരു ബിസിനസ്സും തുടങ്ങാം. ബൈ.